സ്വന്തം കർമ്മ മേഖലയിൽ, അതിപ്പോൾ സിനിമ എന്നല്ല, ഏത് തൊഴിൽ മേഖലയാണെങ്കിലും 50 വർഷക്കാലം സജീവമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന അത്യപൂർവമായ ഭാഗ്യമാണ്. സിനിമയിൽ പ്രത്യേകിച്ചും 50 വർഷക്കാലം സിനിമയിൽ സജീവമായി നിലനിൽക്കുക എന്നുള്ളതൊരു ഒരു വണ്ടറാണ് ശരിക്കും. അത് സിനിമയിൽ പ്രവർത്തിക്കുന്ന ചേട്ടനെയും എന്നെയും പോലെയുള്ള ചെറിയ കലാകാരന്മാർക്ക് ഇന്ന് ഞങ്ങൾ പിന്നിട്ട ഒരു 2 ദശാബ്ദങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ അറിയാം, അയ്യോ 50 വർഷം എന്ന് പറഞ്ഞാൽ എന്ത് വലിയ അച്ചീവ്മെന്റ് ആണെന്ന്. ഒരു വീട്ടമ്മ മാത്രമായി നമ്മൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. എന്നിട്ടും തിരിച്ചു വന്ന ഒരു സീംലെസ് റീസ്റ്റാർട്ട് അമ്മയുടെ കരിയറിൽ നടത്താൻ പറ്റിയെന്ന് പറയുന്നത് ഇസ് ആൻ അബ്സല്യൂട്ട് ട്രിബ്യൂട്ട് ടു ദി ആർട്ടിസ്റ്റ് ദാറ്റ് ഷീ ഈസ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ എനിക്കറിയില്ല എത്ര മക്കൾക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന്. ഒരു പക്ഷേ ഞാൻ മാത്രമായിരിക്കും ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളൊരു മകൻ. എൻ്റെ അമ്മയോടൊപ്പം അഭിനയിക്കാനും അമ്മ അഭിനയിച്ച സിനിമ നിർമ്മിക്കാനും അമ്മയെ സംവിധാനം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിനൊരു റിയലൈസേഷൻ, അമ്മയാണ് നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും ടാലന്റഡ് ആക്ടർ, ടാലന്റഡ് ആർട്ടിസ്റ്റ്. സത്യത്തിൽ അമ്മയുടെ ടാലന്റിന് അമ്മയ്ക്ക് ഇനിയും കുറേ കാര്യങ്ങൾ സിനിമയിൽ ചെയ്യാനുണ്ട്. പക്ഷെ എൻ്റെ അമ്മ എന്ന നിലയ്ക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ 40-41 വർഷങ്ങളായി കാണുന്ന വ്യക്തിയാണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഷീ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് വുമൺ ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ്. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛൻ മരിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്ത് ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്കൊരു വണ്ടിയിലാണ്. അപ്പോൾ ചേട്ടനും ഞാനും അച്ഛനോട് ആംബുലൻസിലാണ്. അപ്പം അന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരിക്കും, അമ്മ എന്ത് ചെയ്യും? ചേട്ടനും ഞാനും ഓക്കെ, അമ്മ എന്ത് ചെയ്യും? അമ്മ എന്ത് ചെയ്തു എന്നുള്ളൊരു ഉത്തരമാണ് ഇന്ദ്രയത്തും എന്നിവിടെ നിൽക്കുന്ന ഞാൻ. സോ താങ്ക് യു. ഇന്ന് ഇങ്ങനൊരു പ്രോഗ്രാം, ഒരുപാട് സന്തോഷം. ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഓൾ വെരി സൂൺ.